ഇന്ന് നമുക്ക് അധികം മൂക്കാത്ത കൊത്ത ചക്കക്കുരു എന്നൊക്കെ പറയുവേ, ആ ചക്കക്കുരു വെച്ച് നമുക്ക് നല്ലൊരു തോരൻ ഉണ്ടാക്കി നോക്കാവേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ ഈ അധികം മൂക്കാത്ത അങ്ങനെ യൂസ് ചെയ്യാറില്ലല്ലോ, ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് വളരെ നൈസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കാന്താരി മുളകാണ്. കാന്താരി മുളകോ പച്ചമുളകോ നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് ഇട്ട് കൊടുക്കാം. കാന്താരി മുളക് ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് ഒന്നും കൂടെ നല്ലതായിരിക്കുമേ. കാന്താരി മുളക് ചതച്ചതോ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി നമുക്കൊരു ടീസ്പൂൺ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിത് വേകാൻ ആവശ്യത്തിന് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം വേവൊന്നും ഉണ്ടാകുകയില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. പകുതി കുക്കായി വരുമ്പോഴത്തേക്കിന് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് വിട്ട് നമുക്ക് ആ വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്കിന് ഈ തേങ്ങ ഉണ്ടല്ലോ, പച്ച തേങ്ങ നമുക്ക് മിക്സിയിൽ അടിച്ചത് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ചുരണ്ടിയ തേങ്ങ ആണെങ്കിലും മതിയെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നമുക്കെടുക്കാം. അതിന് ശേഷം നമുക്ക് സാധാരണ നമ്മൾ താളിപ്പ് റെഡിയാക്കുമല്ലോ, കടുകും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് താളിച്ച് നമുക്കിത് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക.